വെള്ളം അടിച്ചിട്ട് ഞാൻ ഇരുന്ന് ലൈവ് ഇട്ടിട്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിൽ ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഞാൻ തലേന്ന് ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ എനിക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നല്ല ഹാങ് ഓവർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് അന്ന് ലൈവ് ഇടാന്നുള്ളൊരു തീരുമാനം വരെ വരുത്തിയത്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും വെള്ളം അടിച്ചിട്ട് എനിക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും പിന്നെ ഞാൻ വെള്ളം അടിക്കോ ഇല്ലെന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് വേറെ കാര്യം. പക്ഷെ ടി വി ഓൾ ഡൗൺ ഒന്ന് ഞാൻ മദ്യപിച്ചിട്ടോ അതൊന്നും വെച്ചിട്ടല്ല എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞതാണ്. അതിനകത്ത് എനിക്ക് എപ്പോഴാണ് ഇത് ട്രിഗർ ആയെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമും കാര്യങ്ങളും എല്ലാ ഇതും ഞാൻ ഇവര് MRCയിലെ co-leadersന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരെടുത്ത് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിട്ടും ലൈവ് വരുന്ന സമയത്ത് ഇതുപോലെ എന്താ അതാണ് ശരി ഇതാണ് ശരി 50 ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാക്കിയിട്ടും ഈ ചാറ്റിലുള്ളവരുടെ ഫ്രസ്ട്രേഷൻ കണ്ട ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. നീ എന്തിനാണ് ഷെമീറെ പെട്ടെന്ന് അമ്പത്തൂരിന്റെ അണ്ടിന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്നും നോക്കണം, കൺട്രോൾ ചെയ്യണം. നമ്മുടെ 2 സൈഡിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞത്. ഓടാൻ മൈരാണ്. എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇട്ടാൽ മതി. അന്നേരം ഇറങ്ങി പോണവന്മാര് ചാറ്റ് നോക്കി അഭിപ്രായങ്ങൾ എടുക്കുന്നതുണ്ടാവും. അവിടെ പോയി എടുക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ കേൾക്കാനേ പോണില്ല. ഞാൻ നിങ്ങളെ ഇംപ്രസ് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യണ്ട. സത്യാവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കണം. ഇതല്ല സത്യമെങ്കിൽ ഇത്രയും ഞാൻ പറഞ്ഞതല്ല സത്യമെന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ ഓക്കെ, ഞാൻ ബാക്കി കേട്ടോണ്ടിരിക്കാം. പിന്നെ ഈ പേരിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഷെമീർ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയാം. ഷെമീർ വന്നായിരുന്നു സംസാരിക്കാൻ. ഷെമീർ അറിഞ്ഞായിരുന്നു ഇങ്ങനൊരു മീറ്റിംഗ്. ചോദ്യം ഇതാ, ഇങ്ങനെ 2-3-4 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ബാങ്കിന്റെ കാര്യം സോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്ക് പോകാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഷെമീറിന് അറിയാമായിരുന്നോ? ഷെമീറിന് അറിഞ്ഞൂടായിരിക്കും. ഷെമീറിന് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറിയുന്നത് എൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ബാക്കി 2 പേർക്കും അറിയാം. ഈ എഫേർട്ട് ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാം. എന്നിട്ട് അല്ല, ഞാൻ ഇനി എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേടിക്കും. അങ്ങനത്തെ ഒരു ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി കേസ്. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു. അപ്പോൾ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉം ആയിട്ട് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. പക്ഷെ ഞാൻ 3-4 ദിവസം ട്രിപ്പ് എന്നുള്ള രീതിയിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കിന് ഒരു ഷോ കഴിഞ്ഞപ്പോൾ 2 ഷോ ക്യാൻസൽ ആയി എന്നുള്ളൊരു സാധനം വന്ന് അപ്പോഴത്തേക്കിന് ഇത്രയും എഫേർട്ടും എടുത്ത് ടൈം എടുത്ത് ഇവിടെ വന്നപ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനിലും എല്ലാം കൂടെ നിന്ന് ബാൻഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാഡായിരിക്കും ഞാൻ ഇതും കൂടെ നടക്കണത്. മനസ്സിലായി? അപ്പോൾ ഞാൻ എന്റെ മൈൻഡ് കൺട്രോൾ അടുത്ത ദിവസത്തോടെ ലൈവ് ഇട്ട് വീണ്ടും ഇത് സംസാരിക്കാൻ വയ്യ. ഇത് ഇന്നത്തെ ലൈവിൽ അങ്ങ് തീർക്കാം നമുക്ക്. മനസ്സിലായി? അല്ലെ ഡെയിലി ഇത് വാച്ച് പാർട്ടി ആവും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത് ഇങ്ങനെ ഒരു ലൂപ്പിൽ പൊക്കോണ്ടിരുന്ന എങ്ങനെയാവുമെന്ന്. അത് വേണ്ട നമുക്ക്. ഇന്ന് പുള്ളിക്ക് അടുത്ത് പറയാനുള്ള റിപ്ലൈ ഇന്നങ്ങ് പറയാം. അപ്പോളജൈസ് ചെയ്യുവാണ്. തൊപ്പിയെ പോലത്തെ ഒരാളെ പെട്ടെന്ന് ഞാൻ ആ ചാറ്റ് കണ്ട് ട്രിഗറായി ഡ്രാഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ ഞാൻ ഭയങ്കര ഇമ്മച്യൂർ ആയിട്ട് ആൻഡ് എന്താ പറയുക ട്രിഗേർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇത് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. തൊപ്പിക്ക് ഇത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ തൊപ്പിയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് തൊപ്പി എന്നെ അപരാധം പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം പറയണത്. എന്തെങ്കിലും പറഞ്ഞാൽ അവനോട് പറയാനുള്ളത് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞോളാം. പക്ഷേ അത് ഞാൻ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഞാൻ ചെയ്തത് തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം തൊപ്പിയോട് മാത്രം, വേറെ ഒരുത്തനോടും ഞാൻ പറയത്തില്ല. അത്
വേറെ ഈ പേരിടുന്ന അണ്ടിയനെ എടുത്തതും ഒന്നും ഞാനത് പറയത്തില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തിരിച്ച് ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയാം, ഡാൻസ് മാസ്റ്റർ വെഡിക്കണ്ണൻ എന്ന് ഞാൻ പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ആരാണോ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ ആളിന്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെ ഒക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം വന്ന് സ്പാം ചാറ്റും ഡാൻസ് മാസ്റ്റർ ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയാം, ഡാൻസ് മാസ്റ്റർ വെഡിക്കണ്ണൻ എന്ന് ഞാനൊരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ ആരാണോ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ ആളിന്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെ ഒക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് എനിക്ക് ഷമീറിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാം, ഷമീറിനെ RPയിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ നല്ല രീതിയിലാണ്. ഇന്നേ വരെ ഷമീർ എൻ്റെ POVs ഒക്കെ പറ്റുമെങ്കിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കണമെങ്കിൽ എൻ്റെ POVs ഒക്കെ കാണണം. ഷമീർ എന്നെ ഫോൺ വിളിക്കുന്ന സമയത്തും ഇതാക്കുന്ന സമയത്തും എൻ്റെ ചാറ്റിലുള്ള ആൾക്കാർ MRC ഓഡിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. TVL ഓഡിയൻസ് പറയാറുണ്ട് ഷമീറിന്റെ കോള് മിസ്സായി, ഷമീറിന്റെ മെസ്സേജ് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ പിന്നീട് ഷമീറിനോട് വന്ന് സിറ്റുവേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ എൻ്റെ ചാറ്റിലെ ആൾക്കാർ എന്നെ ഓർമ്മിപ്പിക്കും. ഷമീർ വിളിച്ചായിരുന്നു, ഷമീറിന്റെ അടുത്ത് ചെല്ല് ബ്രോ, ഷമീറിന്റെ അടുത്ത് ചെല്ല്, ഷമീർ വിളിച്ചായിരുന്നു, ഷമീർ കോൾ ചെയ്യൂ എന്ന് പറഞ്ഞ് എന്റെ ചാറ്റിൽ സ്പാം വരാറുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇല്ല ഷമീറിന്റെ ചാറ്റിൽ ഒരിക്കലും അത് വരത്തില്ല. കാരണം ഷമീറിനെ ഞാൻ ഇതുവരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഷമീറിനെ ഞാൻ അങ്ങോട്ട് ഇതുവരെ ഒരു RP ചെയ്യാനും ഷമീറിന്റെ അടുത്ത കാര്യങ്ങൾ അന്വേഷിക്കാനും ഞാൻ ഷമീറിനെ ഇതുവരെ വിളിച്ചിട്ടില്ല. അത് ഒരിക്കലും ഷമീറിന് വന്നിട്ടില്ല, അത് എനിക്കേ വന്നിട്ടുള്ളൂ. എന്റെ ലൈവ് ആണെന്നവർക്കറിയാം, ഞാൻ എന്റെ ലൈവ് ആണെന്നവരെ ബോധിപ്പിക്കുകയാണ്, അല്ലാതെ ബാക്കിയുള്ള ഇപ്പം MRC ഓഡിയൻസിനെ എനിക്ക് ബോധിപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. എനിക്കറിയാം. ഇപ്പൊ പറഞ്ഞില്ലേ, ഇവരടുത്ത് പറഞ്ഞില്ലേ, ഈ പറയണത് പോലെ ഇവര് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇവര് പറയാൻ പോണത് ഈ പറയണത് പോലെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, അത് ചെയ്യുവാണ്, അണ്ട് ചെയ്യുവാണെന്നാണ്. പക്ഷെ ലൈവ് സ്ഥിരം കാണുന്നവർക്ക് കാര്യം പറയാം, ബ്രോ ഇട്ട സ്റ്റോറി അതെന്താ ഷഡ്ഡി ഇട്ട് കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യായിരുന്നു. എനിക്കിങ്ങനെ ഒരു സ്റ്റോറി ഇടായിരുന്നു. വേസ്റ്റ് ബാസ്കറ്റ് എനിക്കിങ്ങനെ ഇതാ പറഞ്ഞ ഇവൻ GTA-ലും ഇതിനെണ്ണാണ് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ അല്ല ഇതെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. സ്ഥിരം കാണുന്നവർക്ക് ഇത് ഇവൻ മറ്റേ കൊട്ടയെന്നാണ് ഉദ്ദേശിക്കുക. വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ട് കാണിച്ചിട്ട് എന്താണ് കാര്യം? എനിക്ക് ഇംപ്രസ് ചെയ്യണ്ട. അവൻ ഇപ്പോഴും കൊട്ട എന്തോന്ന് അറിയത്തില്ല കേട്ടോ. ഇല്ല, ഞാൻ അന്ന് തമാശയ്ക്കും ദേഷ്യം വരുമ്പോഴും എല്ലാം പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്റെ പേരിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു പേരാണത്. ഈഗിൾ എന്ന് പറയുന്ന ഐഡന്റിറ്റി 4 പേര് അറിഞ്ഞു തുടങ്ങിയ അത് ഈ പറയുന്ന MRC അല്ല, എന്റെ OG MRC. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BGIS ക്വാളിഫൈ ആയ ഞങ്ങളുടെ ലൈനപ്പ് ഞാൻ റസിന് വെനം, ഗോഗു, നമ്മുടെ ഇവന്, നമ്മൾ ഇത്രയും ആ MRC ഉണ്ട്. എനിക്ക് മനസ്സിലായി ആ MRC. അവൻ അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. PMI VMIS അങ്ങനെന്തോ ആണെന്നോ ഏതോ ബ്ലൈൻഡിന് മുമ്പേ ക്വാളിഫൈ ആയത് ഞങ്ങളാ. നമ്മള് ഓൾഡൗൺ ആയിട്ടോ. നമ്മള് ചാറ്റൊക്കെ എല്ലാരും പറയണം. ഗെയിമിംഗ് ചെയറിൽ വീണോ നിങ്ങളോ? PMC ആണല്ലേ, PMCO ക്വാളിഫയേഴ്സ്. ആ MR ഇവിടെ സ്കോറൊക്കെ ഉണ്ട് 8-1 എന്ന്. അത് കളിക്കാനുള്ള കഴിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല. ആരും എത്താതിരുന്ന സമയത്ത് എത്തിയതിന്റെയാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു കേസ്. അങ്ങനെ ആരും MRC കഴിയുമ്പോഴാണ് ബ്ലൈൻഡ് വരുന്നത്. മനസ്സിലായി? അത് കഴിയുമ്പോൾ സൈക്കോ വരുന്നു. സൈക്കോയുടെ കോമ്പറ്റേറ്റീവ് ആ ഒരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കുന്നു. ടൈം തൊട്ട് ഞാൻ ഉണ്ടായിരുന്ന എന്റെ പേരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 3 അക്ഷരമാണ്. അതിനോട് എനിക്ക് ഈഗോ എന്ന് നാട്ടിലുള്ള എല്ലാവന്മാരും ഈ RPയുടെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ
എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനും ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓഫ്ലൈനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്കിനോട് കുറെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം സംസാരിച്ചിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് ഇത് കേൾക്കുമ്പം എനിക്ക് ഇവരോട് ഈഗോയാണ്, ബിട്രയലാണ്, അതാണ് ഇതാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിന്റെ ട്രിഗറിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഇതാക്കിയത്. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ഇനി തെറി പറയാ, തള്ളക്കി പറയാം, എന്ത് നിങ്ങൾ നീ അതൊക്കെ ചെയ്ത. പക്ഷെ എൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്. അവൻ ഹെൽപ്പ് ചെയ്ത് തൊപ്പിയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ബ്രോ ഷമീർ അവൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ബ്രോ പുള്ളി ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണെങ്കിലേ ബ്രോ എൻ്റെ ഇതൊക്കെ എന്ത് ഇമ്മച്യൂർ ആസ് ഫക്കെന്നോ? അഭിനവേ ഇത് ഇമ്മച്യൂരിറ്റി അല്ല ബ്രോ. ഒരാൾ എക്സ്ട്രീംലി മൈൻഡ് ഫക്ഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു ട്രിഗറാ. മനസ്സിലായോ? ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ചെയ്ത് നിന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്തില്ല ഉണ്ടാവുന്ന മെന്റൽ ശാന്തയെ കിക്കാക്കിയതെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം MRC എന്നെ കിക്കാക്കിയത് എന്തിനാണെന്ന്? എന്നെ MRC കിക്ക് ചെയ്തതെന്ന് പറഞ്ഞാല് ഞാൻ ആ സമയത്ത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര മറ്റേ തെറുവിളിയും മറ്റേ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. മനസ്സിലായോ? അപ്പോ ഓൾറെഡി MRC ഒരു റെപ്യൂട്ടഡ് ഗ്യാങ് ആയതുകൊണ്ട്, അതായത് ഇപ്പോഴത്തെ റെപ്യൂട്ടേഷൻ അല്ല ഞാൻ പറയണ കേട്ടാ, ഇപ്പോഴത്തെ റെപ്യൂട്ടേഷൻ ഒന്നും അല്ലായിരുന്നു അന്ന് MRCക്ക് ഉണ്ടായിരുന്നു. MRC ഒരു നല്ല ഗ്യാങ് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മളെല്ലാം കൂടെ ഇത് കളിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുത്തിനുമായിട്ട് തൊള്ളക്കി വിളിയായി. മുട്ടം തൊള്ളക്കി വിളിയായിട്ട് എൻ്റെ അടുത്ത് ഇവര് വന്ന് പറഞ്ഞ് ഇനി അവൻ ചാറ്റിൽ വരുവാണെങ്കിൽ നീ റിപ്ലൈ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ നിന്ന സ്വന്തം, അതായത് എൻ്റെ MRC. പക്ഷെ എനിക്കതിൽ അന്ന് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ശരിയാ, നമ്മളൊരു സാധനം ഇപ്പൊ TV ഞാൻ ഒരിടത്ത് എത്തിച്ചു വെച്ചിട്ടില്ലേ, ആ എത്തിച്ചു വെച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ മെമ്പർ മാത്രം പറയുന്ന കേൾക്കാതെ ഒരു സാധനം ചെയ്യുമ്പോൾ എന്താണ് അഡ്മിൻസ് എടുക്കുന്ന ഡിസിഷൻ? ആ ഡിസിഷനാണ് അന്ന് MRCയുടെ സൈഡിൽ നിന്ന് എടുത്തത്. മനസ്സിലായ? ആ ഡിസിഷനാണ് MRCയുടെ സൈഡിൽ നിന്ന് എടുത്തത്. അന്നേരം MRCക്ക് വേണ്ടി സംസാരിച്ചത് തന്നെയാണ് ഞാൻ MRCയിൽ നിന്ന് പുറത്താവുന്നത്. മനസ്സിലായി? അതാണ് കാര്യം. അല്ലാതെ ഈ പറയണത് പോലെ പറയാനില്ല. എനിക്ക് ആ കറണ്ടി കൊണ്ടുതരാൻ ആരും ഇല്ലായിരുന്നു. എനിക്കില്ലായിരുന്നു ആ കറണ്ടി എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരാൻ. അത് ഞാൻ സ്വന്തമായിട്ട് ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചെടുത്തതാണ്. അല്ലാതെ സ്വർണ്ണക്കരണ്ടി എൻ്റെ വായിക്കകത്തോട്ട് വെച്ച് തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ കഴിച്ച് ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലായിരുന്നു ഇന്ന് ലൈവ് ഇട്ട്. ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് MRCയുടെ ഓണേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിലും അഡ്മിൻ പാനലിലും എനിക്ക് സ്റ്റിൽ റെസ്പെക്റ്റ് ഉള്ള കുറേ പേരുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് അവരാതോ ഞാൻ തെറി പറയാനും ആക്കി ഇരിക്കുന്നില്ല. അത് ഒരുത്തനോടുള്ള പേടിയും പറയും കൊണ്ടല്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഞാൻ ഡോണ്ട് കമ്പയർ യു വിത്ത് തൊപ്പി ഈസ് ഫാർ മോർ ബെറ്റർ ദാൻ യു. ഹി ഈസ് എ കണ്ടന്റ് മാസ്റ്റർ. റിംഗ് മാസ്റ്റർ എന്നൊക്കെ പറയുന്നത് എങ്ങനെ വേണം കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. എന്റെ അടുത്ത് ഇനി ഇതിന്റെ പേരിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അപരാധിക്കാനാണ് പ്ലാൻ എങ്കിൽ ഞാനത് മിണ്ടാതിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് കണ്ടിട്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ അപരാധിക്കാനും മറ്റേ പേരിടാനുമാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത ലൈവ് ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഇത് ഞാൻ അശ്വിൻ ചേട്ടനോടുള്ള എൻ്റെ ഒരു സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു റെസ്പെക്റ്റോടുള്ളത് കൊണ്ട് ഞാനിത് ഇങ്ങനെ നിർത്തുന്നു, ഇങ്ങനെ ഇതാക്കുന്നു. എനിക്ക് ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് വീഡിയോ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുമായി സംസാരിക്കാന്നല്ല, എനിക്ക് ആരും അമ്പത്തൂരിന്നോ ഇത് TV ഉള്ളതാണെന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് കാണുന്നുമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്റെ ഫോക്കസ് മൊത്തം ഇതിലാ. അധികം ഒന്നും പറയാത്തത്. കുറച്ച് ബാക്കിലോട്ട് അടിച്ചു നോക്കിയാൽ കാണാം എന്തൊക്കെയാണ് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നതെന്ന്. ഫാൻസ് ഒക്കെ നിങ്ങൾ തമ്മിലുള്ള അടി കണ്ടുമുട്ടാൻ, അല്ലാതെ TV MRC ഫാൻസ് ഒന്നും അല്ല. അത് കണ്ടിട്ട് കോൺട്രവേഴ്സി ഉണ്ടായി. അല്ലാതെ ബ്രോ വിചാരിക്കുന്ന പോലെ MRC ഓഡിയൻസ് അല്ല. തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തില്ല. ബ്രോ ഇത്രയും നാളെ സ്ട്രീം ചെയ്ത് എനിക്കറിയാം ഇതുപോലത്തെ ആൾക്കാർ വരുമെന്ന്. പക്ഷെ അത് മാത്രമല്ല ഞാൻ പറയണത് നമ്മൾ സംസാരിച്ച് സോർട്ട് ചെയ്ത ആൾക്കാർ ഇത് എഫേർട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് അവർക്ക് ഇതിപ്പോ ഓൾറെഡി അമ്പത്തൂര് TV-യിലാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള സംസാരമാണ്. മനസ്സിലായോ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ നിങ്ങളുടെ അടുത്ത്? ഓക്കെ കഴിഞ്ഞോ? ഇത്രയല്ലേ ഉള്ളൂ.
തീർന്നോ? ഞാൻ എന്ത് പറയാനാ? ഈ സമയത്തൊക്കെ ഷമീറിന്റെ കൂടെ വരെ RP ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ. കഴിഞ്ഞോ? അപ്പോ ബീഫ് സൗണ്ട് ഉണ്ട്. ബ്രോ എന്റെ കറണ്ട് പോകും ബ്രോ, ഇപ്പൊ വേണേലും പോവാ. എനിക്ക് ഇതിനകത്ത് ചാർജ് ഇല്ല, അതാണ് പ്രശ്നം. ആയോ? കഴിഞ്ഞോ? തീർന്നോ? ഇത്രയല്ലേ ഉള്ളൂ? അപ്പൊ ഇത്രേ ഉള്ളൂ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു MRC ഫാൻ എന്നുള്ള രീതിയിൽ MRC ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ, ഞാൻ അപരാധിക്കാൻ വന്ന ലൈവാണ് നിങ്ങളുടെ അടുത്ത്, ഞാൻ നന്മവരം കളിക്കാൻ വന്ന ലൈവല്ല. ഞാൻ പറയാണ്, ഞാൻ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ഞാൻ ഇരുന്ന് അപരാധിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ഞാനിത് വന്നത്. പക്ഷേ എന്റെ അടുത്ത് കേട്ടപ്പോ എന്റെ അടുത്ത് അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ ഒന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്, നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പം ഓക്കെ, എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ. അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ ഒന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നു നോക്ക്, നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യം ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പോ എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ ഞാൻ പറയാം, ആദ്യം നിന്റെ സൈഡ് അവരുടെ ഒന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് ഓക്കെ. ഞാൻ പറയല്ലേ, എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ലൈവ് വന്ന ആളാണ്. ഇന്നലെ ഞാൻ നോർമൽ ലൈവ് ചെയ്യേണ്ട ആളാണ്. ഞാൻ 5 ദിവസം GTA ബാക്കി 2 ദിവസം നോർമൽ ലൈവ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്നലെ ഈ പറഞ്ഞ പോലെ അശ്വിൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ യാതൊരു കാര്യത്തിലും ഞാൻ DC പോലും ഞാൻ കയറിയിട്ടില്ല. ഞാൻ നോർമൽ ലൈവ്, എൻ്റെ നോർമൽ ലൈവ് മാറ്റി ഞാൻ ഇന്നലെ ഞാൻ എന്താ പറയുക GTA ലൈവാണ് ഞാൻ ഇന്നലെ ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഇതിൻ്റെ ക്ലിപ്പ് വരും, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ സ്പാം ചെയ്യും, ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരും, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത് വരുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇന്നലെ നോർമൽ ലൈവ് മാറ്റി വെച്ച് GTA മാത്രം ചെയ്തത്. അതിലും ഒന്നും ഞാൻ ഈഗിളിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഇത്രയും സംസാരിച്ചതിൻ്റെ ഇടയിൽ എൻ്റെ വായിൽ നിന്ന് അറിയാതെ പോലും ഞാൻ ഒരു തെറി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തെറി വിളിച്ചിട്ടില്ല ഈഗിളിനെ, കാരണം അങ്ങനെ ഒരു തെറി വിളിക്കേണ്ട ഇതിലേക്ക് ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. തൊപ്പീനെ പറഞ്ഞത് ഓക്കെ, അവർ തമ്മിൽ തീർക്കുമെന്നല്ലാണ്ട് ഞാനിതിൽ കയറി തെറി വിളിച്ച് ഇതാക്കാൻ എനിക്ക് തീരെ താല്പര്യവുമില്ല. എനിക്ക് അതിന് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ തെറി വിളിച്ച് ഈഗിളിനെ തെറി വിളിച്ച് അങ്ങനെ ഇതാക്കുവാന്ന്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ആ റെസ്പെക്റ്റിൻ്റെ കണ്ണോടുകൂടി തന്നെയാണ് ഞാൻ ഈഗിളിനെ കണ്ടതും ഞാൻ ട്രീറ്റ് ചെയ്തതും. ഞാൻ ഓരോ തവണ സംസാരിക്കുമ്പോൾ ആയാലും എൻ്റെ ഉള്ളിലടക്കം ആ ഒരു റെസ്പെക്റ്റും ഇതും ബഹുമാനവും കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് ഈഗിളിൻ്റെ അടുത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന ആളെ കുറിച്ച്, അതായത് MRCനെ കുറിച്ച്, അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയുന്നത് നമ്മളെ എന്നെ കുറച്ച് എന്താ പറയുക, എൻ്റെ ഉയർച്ചയിൽ എന്നെ ഇതിലേക്ക് എത്തിച്ച ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഇതൊക്കെ മാറ്റി നിർത്തിയാലും എൻ്റെ ഫ്രണ്ടാവും, എൻ്റെ 13 വർഷമായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ MRC ഇതെല്ലാം മാറ്റി വെക്കുക, എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഒരാൾ വന്ന് ഇങ്ങനത്തെ എന്താ പറയുക, ഓൻ റീച്ച് ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ്, എന്താണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്തിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളും ബ്രദർ, നമുക്കത് കൊള്ളും. കാരണം ഇങ്ങനെ പോയാലും അതിപ്പം നിങ്ങൾക്ക് കൊള്ളൂല. ചന്ദ്രൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈഗിളിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തൊപ്പി വന്ന് പറയുന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ചുമ്മാതിരിക്കും? ഇല്ല, ആർക്കും അത് പറ്റൂല, മനസ്സിലാവും. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് അങ്ങനെ കുറ്റം പറയുമ്പോൾ ഞാനത് എനിക്കത് നിൽക്കാൻ പറ്റൂല, മനസ്സിലായോ? എനിക്കത് കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ പിന്നെ അത് അക്സെപ്റ്റബിൾ ആണ്, അതിൽ ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ മാറ്റർ അല്ല ഞാൻ സംസാരിക്കുന്നത്, ഇത് ഞാൻ തൊപ്പിയുടെ അടുത്ത് സംസാരിക്കും. നമ്മളെ കാര്യങ്ങളിലും കൂടുതൽ ഇത് കാണിച്ചുകൊണ്ട് എന്താ പറയുക, നമ്മളെ മൊത്തത്തിൽ അടിച്ചമർത്താൻ വേണ്ടി ഈഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ നോക്കി നിൽക്കുമ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടിച്ചമർത്താൻ വേണ്ടി ഈഗിൾ ചെയ്യുന്നത് എന്ത് അടിച്ചമർത്താനാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഇതിനാണ് റിപ്ലൈ വേണ്ടുന്നത്. ഇതാണ് ഞാൻ ട്രിഗർ ആവാനുള്ള സാധനം ഗൈസ്. ഈ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് എന്താ? ഇവരുടെ കൂടെ RP ചെയ്യാൻ സഹകരിക്കണതാണോ അടിച്ചമർത്തൽ? ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു അടിച്ചമർത്തൽ? ഇതാണ് എനിക്ക് പറ്റാത്ത സാധനം പറഞ്ഞപ്പം ഓക്കെ, എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാ. ഇന്നലെ ഞാൻ എന്താ പറയാ GTA ലൈവാണ് ഞാൻ ഇന്നലെ ചെയ്തത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഇതിന്റെ ക്ലിപ്പ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈഗിൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈഗിൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ പേര് ഇട്ടതെന്ന് പറഞ്ഞാൽ അതെൻ്റെ എൻ്റെ എന്താ പറയുക, എൻ്റെ വായിന്ന് അറിയാതെ വരുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും ഈഗിൾ പറഞ്ഞ ഒരു ഇതൊരു സിമ്പിളായിട്ട് കണ്ടാൽ മതി, സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി.
നിങ്ങൾ അത്രയും നമ്മളെ കുറിച്ച് പറഞ്ഞു അല്ലേ, അതൊരു മിസ്റ്റേക്ക് ആണെന്ന് ഈഗിൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് കേട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഈഗിളാണെങ്കിലും ഒരിക്കലും നിൽക്കൂല ഇങ്ങനെ ഒരു കാര്യം, അതായത് GTA അകത്തുള്ള കാര്യം ഗെയിമിൻ്റെ അകത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറത്തുള്ള കാര്യമാണ്. പുറത്തുള്ള കാര്യങ്ങൾ ഈഗിൾ വലിച്ചിട്ട സ്ഥിതിക്ക് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇതിൽ ഇടപെടാണ്ട് നിൽക്കാൻ പറ്റൂല. ഞാൻ എന്തായാലും പറയേണ്ട കാര്യം എനിക്ക് ക്ലിയർ ചെയ്തേ പറ്റൂ. എനിക്ക് അതിൻ്റെതായ ഒരു ചുമതല ആസ് എ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ട് ഇതിൽ, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഇതും കണ്ട് അല്ലെങ്കിൽ ഇതും കേട്ട് എനിക്ക് ഒരിക്കലും അങ്ങാണ്ട് നിൽക്കാൻ പറ്റൂല. ഈഗിൾ നമ്മളെ അങ്ങനെ റെസ്പെക്ട് ചെയ്ത് കണ്ടതാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തതും. പക്ഷേ ഇങ്ങോട്ട് വന്ന് നമ്മളെ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതും ഇത്തരം കാര്യങ്ങളിൽ തൊപ്പിയെ വലിച്ചിട്ടതും ഇതിലെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ ആ വിഷമത്തിൻ്റെ പുറത്ത് ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്ത് അത് കണ്ടാൽ മനസ്സിലാവും, ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഷമീറെ. ഇനിയെങ്കിലും ഷമീർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കളിയാക്കുകയല്ല. ഷമീറിന്റെ അടുത്ത് ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. നീ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന ആളാ. നിന്റെ കൂടെയുള്ള കോ-ലീഡേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ വരെ ഈ പറയണത് പോലെ കുറെ കാര്യങ്ങളിൽ നീ തന്നെ നിന്നെ മറ്റു മീറ്റിങ്ങിന് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി പോകുന്ന ക്ലിപ്സ് വരെ കളിയാക്കുന്ന രീതിയിൽ നിങ്ങളെ അപരാധിക്കാൻ വേണ്ടി എൻ്റെ ഡിസ്കോഡിൽ ഇന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നീ ഒരു ലീഡറായിട്ട് പോലും ഒരു വാറിന് എന്തോ നിന്നെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഡിസ്കോഡിൽ നിങ്ങളെ അപരാധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനം ഇടുവോ അതെല്ലാം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇന്ന് എൻ്റെ മോഡറേറ്റേഴ്സിനോടും പറഞ്ഞ് ഇത് ഫിൽട്ടർ ചെയ്യണം, ഇത് നല്ല രീതിയിൽ നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് നീ ലൈവ് ഓഫാക്കി പോയി. അപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് ഈ ഒരു ലൈവിന് റിപ്ലൈ കൊടുക്കാൻ മാത്രം ആവരുത്. ഈ ഗ്യാങ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറയണത് പോലെ ഞാൻ ഇപ്പോഴും പറയുക, എനിക്ക് ഫ്രണ്ട്ലി എന്നുള്ളൊരു സാധനം വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നീ അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോട് മനസ്സിലാക്കണം. നീ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയിൽ അതും വരുമെന്നുള്ള സത്യം മനസ്സിലാക്കണം. അല്ലാതെ ലൈവ് ഇടാൻ നേരം മാത്രം GTA ഓപ്പൺ ചെയ്തിട്ട് GTA കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലല്ല. ആ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു പറയുവാണ്. എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്ന് ഞാനിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്രയും എന്താ പറയുക, ഇത് പറയാൻ പറ്റുമോ, ഇത് പറയരുത്, ഇങ്ങനെ തെറി വരരുത്, എൻ്റെ വായിൽ നിന്ന് ഒരു തെറി പോലും വരരുത്, ഞാൻ ഒരു തെറി പോലും വിളിക്കരുത്, അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ദൃഢനിഷ്ഠ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കറണ്ട് വന്നില്ല ഇതുവരെ. കറണ്ട് വന്നു ബ്രോ, പക്ഷേ ഇൻവെർട്ടർ പോയതാ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈഗിളിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞത് എനിക്ക് റിയാക്ട് ചെയ്യാൻ നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്കൊരു ഓഡിയൻസ് ബേസ് ഉണ്ട്, MRCക്ക് ഒരു ഓഡിയൻസ് ബേസ് ഉണ്ട്. അത് എനിക്ക് തൊപ്പി തന്നതാണ്. അത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തൊട്ട് ഒരാൾ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങാണ്ട് നോക്കിയും കണ്ടും എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല, മനസ്സിലായോ? അത് ഈഗിളിനും അങ്ങനെ തന്നെ ആയിരിക്കും, അതിപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ചെയ്തു, ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിൽ പോകാനാണെങ്കിൽ പറ്റി അത് പറയാനും ഇത് ഈ പറയണത് ഞാൻ വിചാരിച്ചത്. എനിക്കറിയാം അവർ എന്നെ സ്വയം ഇതാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, കുറെ കഥകൾ കുറെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഞാൻ ഒന്ന് കേട്ടോടെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് കേട്ടോടെ, ഒരു മിനിറ്റ്. എനിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് കേൾക്കണം എന്നുണ്ട്. കാരണം ഇതായിരുന്നു സിറ്റുവേഷൻ ട്രിഗർ ആയതിൽ, അതായത് ഇത്രയൊക്കെ വൾഗർ ആവാനുള്ള മെയിൻ ഒരു കാരണം ഇത് മാത്രം ജസ്റ്റ് ഞാൻ ഒന്നും പറയാൻ പോകത്തില്ല ഗൈസ്. ഇനിയിപ്പോ ഇവ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത് വേണ്ടാന്ന് വെക്കാം, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് എനിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം. മാത്രം എന്താ ലൈവ് ആയതുകൊണ്ടാണ് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടേക്ക്. അത് നമ്മൾ മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണേന്ന് അത് വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എനിക്കിത് മനസ്സിലാകാത്ത കാര്യം, മനസ്സിലായ TV ആണെന്ന് പറഞ്ഞു, ഞാൻ അപ്പാടെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ബ്രോ സോറി. അതിപ്പോൾ TV ആയിക്കൊണ്ടല്ല, ആരായാലും ഞാൻ സോറി പറയും. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയൂ, മനസ്സിലായോ? അവൻ 54 അണ്ടി എന്ന് ബ്രോ, അവൻ 54 എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അത് TVക്ക് മാത്രമാണെന്നാണോ? ബ്രോ, ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി സിറ്റിയിൽ കളിക്കുക. ഇത് TVയുടെ ഗ്യാങ് ഡ്രസ്, ഇത് TVയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ബ്രോ സോറി പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. മനസ്സിലായില്ല, അതാലോ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാലോ, മിന്നാത്ത ലൈവ് ഇപ്പൊ ഈഗിൾ സോറി പറയുന്നുണ്ടല്ലോ, അത് സോറി പറയുന്നതിൽ എന്താ അതിന്റെ അർത്ഥം? അത് സോറി അത് മിസ്റ്റേക്ക് ആണോ? അതപ്പം മിസ്റ്റേക്ക് ആയോ? അത് മിസ്റ്റേക്ക്, ഇതൊന്നും മിസ്റ്റേക്ക് അല്ല, അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്?
അത് മിസ്റ്റേക്ക്. ഇതൊന്നും തൊപ്പീനെ നല്ല രീതിയിൽ അവരാധിച്ചിട്ടുണ്ടല്ലോ, നൂഡിൽസ് വാരിയിട്ടു മറ്റേത് വാരിയിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതാണ്, ഈ പറഞ്ഞതൊക്കെ അറിയാതെ പറ്റിപ്പോന്നതാണ്. ഇതൊക്കെ അറിയാതെ, അതായത് ഒരാളെ പേരെടുത്തിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എടുത്തിട്ട് വാച്ചിങ് എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, എന്തുമാത്രം ഇതുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ഇല്ലാണ്ടാണ് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുക. ഒരാൾ ലൈവിൽ വന്നിരുന്നിട്ട് ചാറ്റ് ട്രിഗർ ആക്കി എന്നാണ് പറയുന്നത്. ചാറ്റ് ട്രിഗർ ആക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉള്ളിലില്ലാത്തൊരു സാധനം ചാറ്റ് ട്രിഗർ ആക്കുമ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പൊട്ടി മുളക്കും. ഇങ്ങനെ അല്ലല്ലോ ഇപ്പൊ നമ്മള് ചെക്ക് ചെയ്തപ്പോ സംസാരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇല്ലാത്തൊരു സാധനം, ഇല്ലാത്തൊരു സിനാരിയോ, ഇല്ലാത്തൊരു സിറ്റുവേഷൻ ട്രിഗർ ആക്കി പോലും ഏതോ ഒരുത്തനാണ് പോയിട്ട് പറഞ്ഞു പോലും. അത് നേരത്തെ പറഞ്ഞാന്നോ ജോക്കി? ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി, ഇത് അതോടെ എങ്ങനെയാ ഞാൻ പറയട്ടെ എന്ന് വെച്ചാ ബ്രോ, ഈവൻ ദോ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റല്ല. നിങ്ങൾ ഫ്രണ്ട്ലി എന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നിടത്തോളം കാലം ഞാൻ ഇത് ഫ്രണ്ട്ലി എന്നല്ല പറഞ്ഞിട്ടുള്ളൂ ഇത്രയും നാള്. എനിക്ക് ഫ്രണ്ട്ലി എന്ന് പറയണ്ട, മനസ്സിലായ? ഇതൊരു തെറ്റെന്ന് ഇപ്പോഴും പറയല്ല. ഇത് നിങ്ങള് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ഇത് ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് റാംബോ എന്ന് പറഞ്ഞതോ ബ്രോ? ഫ്രണ്ട്ലി എന്നും പറഞ്ഞിട്ട് അപ്പൊ എന്താ റാംബോയുടെ ഉള്ളിലുള്ള സാധനമാണോ പുറത്ത് വന്നത്? റാംബോയുടെ ഉള്ളിൽ ടി വിയോടെ ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷനും റാംബോയുടെ ഉള്ളിൽ നിറഞ്ഞു കിടന്നിരുന്നതാണോ ടി വി ആണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരാണെന്ന് അറിഞ്ഞിട്ടും പുറത്തു വന്നത്? ചോദിക്കാനാണ് അങ്ങനെ കുറെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇത് സംസാരിച്ച ലൂപ്പാവും, ഇത് സംസാരിച്ച ലൂപ്പാവും ആണ് പറയുന്നത്, മനസ്സിലായോ? ഈ കൺവേർട്ടിങ് ഊമ്പിക്കോ, അതിൽ വേറെ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഓവർ ഊമ്പാൻ വേണ്ടി വരരുത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഹലോ, ഒന്നുമില്ല. ഒന്നും അടിച്ചു പൊട്ടിക്കല്ലേ. ഇല്ല, ഇതൊക്കെ അധ്വാനിച്ച് മേടിച്ച് വെച്ചിരിക്കണല്ലേ, നമ്മള് കുറെ കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ, അതൊക്കെ തല്ലി പൊട്ടിക്കുക. അങ്ങനെ തല്ലി പൊട്ടിക്കൊന്നുമില്ല. അതും വിത്തിൻ സെക്കൻഡ്സ് ഞാൻ സോറി. നാളത്തെ എന്റെ ലൈവില് ഫേസ് ക്യാമിന് ഇത്രയുള്ള വലിപ്പമുള്ള ഒരു പേജ്. അപ്പൊ പിന്നെ ഒരാളെ കയറി ഇരുന്ന് ലൈവില് വന്ന് അവരാധിച്ചിട്ട് MRCന്റെ എന്താ പറയാ ലീഡറിനെയും, ഓക്കെ അത് വിട്, എന്റെ കാര്യം വിട്ടേക്ക്, തൊപ്പിനെയും കയറി അവരാധിച്ചിട്ട് ഉള്ള ബായി തോന്നുന്ന എല്ലാ സംഭവങ്ങളും, അതായത് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അതായത് ഓരോ ചെറിയ ഡീറ്റെയിൽസ്, ഈ ചെറിയ ഡീറ്റെയിൽസ് ഒരിക്കലും ഒരു നോർമൽ വ്യൂവറിന് പോലും അറിയാത്ത കുറച്ച്, അതായത് ഒരു ഹാർഡ് കോർ ഫാനിന് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് എടുത്തിട്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് നോക്കിയിട്ട്. അതായത് അവിടെ നടക്കുന്ന ഓരോ ചെറിയ അനക്കം, ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി അത്രയും മൈൻഡിൽ ഈ സാധനങ്ങൾ ഇല്ലാണ്ട് ഒരാൾ വന്ന് ഇങ്ങനെ ചുമ്മാ ചാറ്റ് ട്രിഗർ ആക്കിനോ? ഇത് ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കി ആരെ ഈ പൊട്ടനാക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കുന്നു. ചാറ്റ് ഇതെന്താ സംഭവം? കണ്ട അപരാധങ്ങൾ മൊത്തം വിളമ്പലാണോ ഇത്? മാന്യമായിട്ട് 6 വർഷം സ്ട്രീം ചെയ്യുന്ന ഗെയിമിംഗ് മാത്രം സ്ട്രീം ചെയ്യുന്ന ഇത്ര വാച്ചിങ് കയറ്റുന്ന ആളാണ് ഇത് പറയുന്നത്. ഈകൾ പറയാണ് ഇത്ര മാത്രം വാച്ചിങ് കയറ്റുന്നുണ്ട്, ഇത്ര മാത്രം. ബ്രോ, ഞാൻ ആദ്യം തുടക്കം തൊട്ടേ ചോദിക്കുന്ന കാര്യമാണ്, ഇവരെന്ത് പറഞ്ഞാലും തൊപ്പിയുടെ കേസിലോട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഞാൻ ആദ്യം തൊട്ടേ സംസാരിക്കണത് എന്റെ അച്ചീവ്മെന്റ്സ്, എന്റെ പേഴ്സണൽ കാര്യം വെച്ചിട്ടാണ്. നീ എന്തിനാ പിന്നെയും ഇത് തൊപ്പിയിലോട്ട് എത്തിക്കണം? തൊപ്പിക്ക് പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തൊപ്പിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സോറി പറഞ്ഞത്. അത് എന്റെ മിസ്റ്റേക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തതാ. ഓക്കെ, നിങ്ങൾ ഇത്രയും സിറ്റുവേഷനെ പറ്റി പറ, ഈ ബാക്കി ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണില്ല. സ്ട്രീം ചെയ്തുകൊണ്ട് ഇത്ര മാത്രം സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ന് ബായിന്ന് വരേണ്ട കാര്യമാണ് ഇത്. ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഈകളെ നീ തന്നെ ഇപ്പം പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പുറം ഇപ്പുറം മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ അത് ചാറ്റ് ട്രിഗർ ആക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണമില്ല ബ്രോ. പറഞ്ഞില്ലേ തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ. ബ്രോ, ഈ നാണത്തിന്റെ ഒക്കെ കേസ് പറയണ ഞാൻ പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും. ഞാൻ അതാ പറഞ്ഞ, നാണത്തിന്റെ ഒക്കെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഞാൻ പറയാം ബ്രോ, ഞാനിപ്പോ ജീവിതത്തിൽ എനിക്ക് പട്ടിണി കിടക്കേണ്ട വന്നാലും ഞാൻ സാരി ഉടുത്ത് ഇവിടെ വന്ന് നിൽക്കൂല. ഇല്ല ജോക്കി, ഞാനത് ചെയ്യത്തില്ല. അവനൊന്നും എൻ്റെ അടുത്ത് നാണത്തിന്റെ കാര്യം പറയരുത് ജോക്കി.
ഇങ്ങനത്തെ ആൾക്കാരൊന്നും എൻ്റെ അടുത്ത് നാണത്തിന്റെ കാര്യം പറയരുത്. നാണത്തിന്റെ കാര്യമൊക്കെ അത് വിടണം ജോഗി. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും അത് ഞാൻ അതുപോലെ സംസാരിച്ചേ. അപ്പൊ അവൻ ഇതിങ്ങനത്തെ കാര്യങ്ങൾ നാണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടേ ജോഗി, അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് എനിക്ക് കിട്ടിയ മുമ്പിന്റെ ട്രിഗറിന്റെ പുറത്തിൽ പറഞ്ഞതാ. ഒരാളുടെ അടുത്ത് ഒരു തെറ്റ് പറഞ്ഞ പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാൻ സോൾവ് ചെയ്യാം. പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് താല്പര്യമില്ലേ അവരുടെ അടുത്ത് ഇനി സംസാരിക്കാൻ പോയിരിക്കും. അല്ലാതെ അതിന്റെ അപ്പുറത്ത് എനിക്ക് ഒരുത്തനെ കാല് പിടിക്കാനൊന്നും പറ്റത്തില്ല ജോഗി. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ സാധനം ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് തുടക്കം തൊട്ടേ ഞാൻ പറയണം. അതുകൊണ്ടാണ് തുടക്കം തൊട്ടേ എനിക്ക് അത് പറയാനുള്ളത് താല്പര്യമില്ല. അതുമില്ല. വേണ്ട ഇവിടെ എന്തായാലും സോറി പറഞ്ഞു. ഞാൻ പറയണം ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക. അത് നിങ്ങൾ അതിലേക്ക് സോറി പറഞ്ഞു. ഓക്കെ, ഞാൻ പറയണം അതിനല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി? ഇതൊന്നുമില്ല. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത്രമാത്രം ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ ഈകള് മറ്റേ തൊപ്പിന്റെ മുമ്പിലും ബാക്കി ആൾക്കാരുടെ മുമ്പിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അവർ എന്നെ സ്വയം ഇതാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, കുറെ കഥകൾ കുറെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വന്നിട്ടാണ് മൂപ്പര് ഇപ്പൊ പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ടോ, എന്നെ പറയുമ്പോൾ ബാക്കി ഞാൻ പറയാം എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് ഇത് കിടലും ജോഗി. അറ്റ്ലീസ്റ്റ് അത് ഇത്രയും കേട്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ലേ ജോഗി? നമ്മളത് എക്സ്പെക്ട് ചെയ്യണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വിടുന്ന ഞാൻ തോന്നണം നല്ലത്. വേസ്റ്റ് ഓഫ് എനർജി ആയി പോകും സീരിയസ്ലി.